CPM നിന്ന് നാളെ ഒരു പ്രമുഖൻ തൃണമൂലിൽ ചേരും. അമ്പൂക്കാൻ്റെ ബെഡായിയാണ്. അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്താ സ്കോപ്പ് ഉണ്ടാക്കാൻ മറ്റ് വഴികളില്ല. അവിടെയും വയറ്റിപ്പിഴപ്പിന് CPM തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പേര് തന്നെ ഷൗക്കത്തലിയുടെ മോന് ഇപ്പോഴും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളം ഞെട്ടുന്ന ഒരു പ്രമുഖ CPM നേതാവ് തൃണമൂലിൻ്റെ ഭാഗമാകുന്നു, കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയ സിനിമയിലെ ഒരു ട്രോൾ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മോഹൻലാൽ വരുമോ? വരും എന്ന നിലയ്ക്ക് അവസാനം കൊണ്ടുവന്ന് ഇറക്കിയത് ആരെയാണ് എന്ന് ആ ട്രോൾ വീഡിയോ നിങ്ങളെ ബോധ്യപ്പെടുത്തും. മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. ഒരു കോളേജ് പ്രവർത്തനമായ ശ്രീമാൻ പച്ചക്കുളം വാസു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനേക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. മലക്കം മറിഞ്ഞ് PV അൻവർ. PIM-ലെ കോട്ടയത്തെ പ്രമുഖൻ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് അൻവർ. ആ നിലപാട് പാടെ വിഴുങ്ങി മാറി മലക്കം മറിഞ്ഞു. NDAയിൽ അവഗണന തുടരുന്നതിനാലാണ് പടിയിറക്കുമെന്ന് സജി മഞ്ഞക്കടമ്പൽ. PV അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം രംഗത്ത്. അൻവർ തട്ടിപ്പുകാരനെന്ന് സംസ്ഥാന അധ്യക്ഷൻ CG ഉണ്ണി കൈരളി ന്യൂസിനോട് പറഞ്ഞു. തട്ടിപ്പിന് തൃണമൂലിനെ മറയാക്കാൻ അനുവദിക്കില്ലെന്നും നിലമ്പൂരിൽ തൃണമൂൽ മത്സരിക്കണമോ എന്ന് അൻവറല്ല തീരുമാനിക്കേണ്ടതെന്നും അൻവർ തൃണമൂലിൽ ഒന്നുമല്ലെന്നും CG ഉണ്ണി പറഞ്ഞു. CG ഉണ്ണി അൻവർ ഒരു 240ഓളം കോടി രൂപ പലരിൽ നിന്നായി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ തട്ടിക്കപ്പെട്ട് ഇരയായവർ അൻവറിനെതിരെ ഒരു വിലാപ വേദി തന്നെ സംഘടിപ്പിക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തയ്യാറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബാനറിൽ. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ വേദി എവിടെയാവണമെന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അൻവറിന് കള്ളക്കടത്തും തട്ടിപ്പും നടത്താൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസിനെ ഒരു മറയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. PV അൻവറിന്റെ കുടുംബകാര്യങ്ങൾ പറയും പോലെ ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അൻവറിന് പറയാം, അത് അൻവറിന്റെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന് പറയാൻ അൻവറിനെ ആരും ഇതിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഈ പാർട്ടിയിൽ ഒന്നുമല്ല അൻവർ. സജി മഞ്ഞക്കടമ്പൻ നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന്, അതായത് UDF-ൽ നിന്ന് വിട്ടുപോയ മഞ്ഞക്കടമ്പൻ കുഴിമന്തിയെ പോലെ തന്നെ ഗതി കിട്ടാതെ അലയുകയായിരുന്നു. NDAയുടെ ഒപ്പം ഘടകകക്ഷിയായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിലൊക്കെ അവിടെ പുല്ലുവില. വിചാരിച്ചത്ര കച്ചവടം നടത്താൻ പറ്റല്ല. അമ്പൂക്കായെ പോലെ തന്നെ CPM-ൽ നിന്ന് കച്ചവടം നടത്തിക്കളയാമെന്ന് കരുതി ഒരു പുല്ലും നടക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നേരെ നല്ലൊരു കച്ചവടക്കാരനെ മറ്റൊരു കച്ചവടക്കാരനെ കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആ രണ്ട് ഉടായ്പകളും കൂടെ ഒന്നാകാൻ തീരുമാനിച്ചതാണ് ഇന്നലെ CPM-ൽ നിന്ന് ഒരു പ്രമുഖൻ വരുന്നു എന്ന രീതിയിൽ ഒരു കാർഡ് അടിച്ചങ്ങ് ഇറക്കിയത്. മാധ്യമങ്ങളെല്ലാം വലിയ ആഘോഷമായിരുന്നു. ആരാണ് ആ പ്രമുഖൻ, ആരാണ് ആ പ്രമുഖൻ? അത് കോട്ടയത്താണെന്നൊക്കെ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി മന്ത്രി VN വാസവനെങ്ങാനും പോകുന്നുണ്ടോ, അവിടുത്തെ പ്രമുഖനായിട്ടുള്ള വ്യക്തി അതായിരുന്നു. ഇനി അവരെങ്ങാനുമാണോ എന്നുള്ള സംശയം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അവസാനം പച്ചാളം ഭാസി വന്നു എന്ന് പറഞ്ഞ പോലെ മഞ്ഞക്കടമ്പൻ വന്നു. ആ പിതൃശൂന്യ പ്രവർത്തനത്തിന് CPM സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള K അനിൽകുമാർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വിമർശനമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനം, അൻവർ എന്തുരിയാടിയാലും അത് വാർത്തയാകുന്ന ഒരു ശൈലി, അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ രീതിയിലുള്ള ഊളത്തരം അൻവർ കാണിച്ചു അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് 10 ആളെ കൂട്ടാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ പേര് ഉപയോഗപ്പെടുത്തിയപ്പോൾ അടിമുടി ഉടായ്പായിട്ടുള്ള വ്യക്തി വാ തുറന്ന പച്ചക്കള്ളം മാത്രമേ പറയുള്ളൂ. അയാളെ വിശ്വസിച്ചുകൊണ്ട് ക്യാമറ പടയുമായി ചെന്നപ്പോൾ കണ്ടത് മഞ്ഞക്കടമ്പന്. ആ നിലയ്ക്കാണ് അനിൽകുമാർ മാധ്യമങ്ങളെയും അൻവറിനെയും വിമർശിച്ച് രംഗത്തെത്തിയത്. ആ പോസ്റ്റ് ദേ ഇങ്ങനെയാണ്: മാധ്യമങ്ങൾ വിഴുപ്പ് ചുമക്കുക, പക്ഷേ CPM-ൻ്റെ ചിലവിലാകരുത്. അൻവർ ഉണ്ണിമേസ്തിരിയെ ഇറക്കി കോട്ടയത്തെ ഞെട്ടിച്ചല്ലോ. ഇനി മേലാൽ CPM-നെ വെച്ച് വ്യാജ വാർത്ത ചെയ്യാതിരിക്കാനുള്ള അന്തസ്സ് കാട്ടുക. മുമ്പെങ്ങോ CPIM ഓഫീസിൻ്റെ ഓരത്തുകൂടി പോയ ഒരാളെങ്കിലും പാർട്ടിയെ തെറി പറയാൻ ഇറങ്ങിത്തിരിച്ചാൽ വാർത്താമൂല്യം കിട്ടുന്നത് അത്തരം പിശുടുകളുടെ കഴിവുകൊണ്ടല്ല. അൻവർ വെറും പിശുട് മാത്രം, ചാറുപറ്റിയ ചണ്ടി പോലുമല്ല അയാൾ. അത്തരമൊരാൾ CPIM അംഗമായിട്ടില്ല. പാർട്ടി സംഘടനയെപ്പറ്റി അയാൾക്കറിയില്ല. അയാൾ ഉന്നയിച്ച വിഷയങ്ങളിൽ അയാൾ തോറ്റു. ഒരാരോപണത്തിനും തെളിവില്ലാത്ത
വെളിവുകെട്ട ഒരാൾ മാത്രം. അത്തരമൊരാൾ DMK മുതൽ തൃണമൂൽ വരെ എവിടെ വരെ ഒഴുകി നടന്നു പൊങ്ങുതടിയെപ്പോലെ. ആ പൊങ്ങുതടി വെച്ച് ഇനിയും പാർട്ടിയെ ആക്രമിക്കുന്ന വ്യാജ വാർത്ത സൃഷ്ടിച്ച് കാർഡിറക്കരുത്. കോട്ടയത്തൊരു പത്രസമ്മേളനം CPIഎമ്മിലെ പ്രമുഖൻ വരുമെന്ന് പറഞ്ഞ് മാധ്യമ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആരാണ് വിഡ്ഢിയായത്? മുമ്പൊരു കഥയുണ്ട്. കോട്ടയത്ത് താഴത്തങ്ങാടിയാറ്റിലെ വള്ളംകളിക്ക് സിനിമാ താരം ഉണ്ണിമേരി വരുന്നു. ഈമ്പിലെ കുഞ്ഞ് എന്നൊരു അരാജക ശ്രീമാൻ രസികത്തരങ്ങളുമായി കോട്ടയത്തുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഉണ്ണിമേരി വരുന്ന വള്ളംകളി നടക്കുമെന്ന് പ്രചരിപ്പിച്ചത്. ഉണ്ണിമേരിയെ കാണാൻ ആളുകൂടി. പക്ഷേ സമയമായപ്പോൾ ഉണ്ണി മേസ്തിരിയാണ് വന്നത്. ഒരക്ഷരം മാത്രമേ മാറിയുള്ളൂ. ആരാണ് മണ്ടന്മാരാകാതിരുന്നത്? അൻവർ അത് ആവർത്തിച്ചുവെന്നേയുള്ളൂ. തൽക്കാലം ഒരു ഉണ്ണി മേസ്തിരി മാത്രം. മാധ്യമങ്ങൾക്ക് ഇത് തന്നെ വേണം. ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് K. അനിൽകുമാറിൻ്റെ പോസ്റ്റ്. സ്വാഭാവികമായിട്ടും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ക്രെഡിബിലിറ്റി ഇല്ല എന്ന് തെളിയിച്ചു. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ ഏത് ഞരമ്പൻ രംഗത്ത് വന്നാലും അല്ലെങ്കിൽ ഏത് കുഴിമന്തി വന്നാലും അവർക്കെല്ലാം വല്ലാത്ത വാർത്താ സ്പേസ് ആണല്ലോ. ഇനിയിപ്പോൾ DYFI നിന്ന് 10 വർഷം മുമ്പ് പോയ ഒരാൾ ഇന്ന് എന്തെങ്കിലും പറഞ്ഞാലും അതിനൊക്കെ കിട്ടുന്ന വല്ലാത്ത വാർത്താ സ്പേസ് പോലെ തന്നെ ഇടതുപക്ഷത്തിനെതിരെ ഓരോന്ന് വച്ച് കാച്ചുന്നത് കൊണ്ടും അതിൻ്റെ വാർത്താമൂല്യം തിരിച്ചറിഞ്ഞതുകൊണ്ടുമാണ് അമ്പൂക്ക ഈ നാടകം കളിച്ചത്. ആ നാടകത്തിലൂടെ മാപ്രകളെ ആസാക്കി എന്നുള്ളതാണ് വസ്തുത. ആർക്കും വേണ്ടാത്തൊരു മഞ്ഞക്കടമ്പിനെ തൃണമൂലിലെത്തിച്ചു എന്ന് ഊറ്റം കൊള്ളുന്ന അൻവർ കേരളത്തിൽ കൊള്ളാവുന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഇതുവരെ സ്വന്തം പാർട്ടിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ഓരോ പ്രവൃത്തി കൊണ്ട് പാവപ്പെട്ട ഷൗക്കത്ത് അലിയെ പറയിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നില്ല. സ്വന്തം നിലയ്ക്ക് വലിയ സംഭവമാണെന്ന് വിചാരിച്ച ആൾക്ക് തൻ്റെ പരിപാടികൾക്ക് ഇപ്പോൾ ആളെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പേര് വേണം. അതായത് സ്വന്തം രാഷ്ട്രീയ ഭാവി പോലും തീരുമാനിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പഴയ ഇടതുപക്ഷക്കാരനാണെന്ന് പറയേണ്ടി വരികയാണ്. എന്നാൽ വസ്തുത എന്താണ്? പാർട്ടിക്ക് പുറത്തു നിന്ന ഒരു വ്യക്തി പാർട്ടിക്കാരനാണെന്നുള്ള ലേബലിലൊക്കെ ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് തുള്ളുന്ന മാധ്യമങ്ങളെ കൂടി ഈ നാട്ടിലെ ജനങ്ങൾ കാണേണ്ടതാണ്. അൻവർ എന്ത് പറഞ്ഞാലും വാർത്ത. മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും കിട്ടാത്ത വാർത്താ വാല്യൂ ഒരു രാഷ്ട്രീയ ഉടായ്പിന് കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വാർത്ത ചമയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി ആര് തയ്യാറാകുന്നു അവർക്ക് വല്ലാത്ത പിന്തുണ കൊടുക്കുന്ന ഒരു പ്രത്യേകതരം മാധ്യമ പ്രവർത്തനം ഇവിടെയും നമുക്ക് കാണാം. പക്ഷേ അടപടലം തേഞ്ഞു എന്നുള്ളതാണ് വസ്തുത.